അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വ്ളോഗ് എൻഡ് ചെയ്തിരുന്നു. കാരണം ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയിട്ട് നിൽക്കുകയാണ്. എണീച്ച് വന്ന് ഇപ്പോൾ ഓക്കെ ആയി. പിന്നെ അടുത്ത് നമ്മൾ തിരുപ്പൂര് പോകണം. അതിനു മുമ്പ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതുവരെ പൊട്ടിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വയ്യാണ്ടായിരിക്കും എല്ലാവരും. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എറണാകുളം വ്ളോഗിൽ പറഞ്ഞതുപോലെ നമ്മളിത് വാങ്ങിയത് ടീഷർട്ട് പ്രിൻറ്റിങ്ങിനല്ല. ആക്ച്വലി ഇതിൻ്റെ കൂടെയുള്ള അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയാണ് മെയിൻലി വാങ്ങിയത്. കാരണം ടീഷർട്ടിന് ഇത് ചെറുതാണ്, നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത് കപ്പ്, മഗ്, ക്യാപ്പ്, പ്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 15x15 ഇഞ്ച് ഫ്ലാറ്റ് ബെഡ് വരുന്നത്. ഇത് നമ്മൾ പ്ലെയിൻ സർഫസസ്, പില്ലോസ്, ടീഷർട്ട്സിനാണെങ്കിൽ അങ്ങനെയുള്ള പ്ലെയിൻ സർഫസസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പല അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അറ്റ് എ ടൈം ഒന്നേ യൂസ് ചെയ്യത്തുള്ളൂ. ഇത് നമ്മളെ കപ്പിന് വേണ്ടിയുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കപ്പിന് തന്നെ 2 സൈസ് കപ്പ്, എല്ലാ സിലിണ്ടറിക്കൽ ഐറ്റംസും കപ്പ്, ബോട്ടിൽസ്, സബ്ലിമേഷൻ മെറ്റീരിയൽസ് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. സബ്ലിമേഷന് വേണ്ടിയാണ് ഈ ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെ DTF എല്ലാം നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മൾ കൂടുതലും സബ്ലിമേഷൻ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഫ്ലാറ്റിനുണ്ട്, ക്യാപ്പിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഉണ്ട്, പ്ലേറ്റിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ച് സാമ്പിൾസ് എടുത്തത് അതാണ്. പില്ലോസ് ഉണ്ടായിരുന്നു, പല ടൈപ്പ് ഓഫ് കപ്പ് ഉണ്ട്. എല്ലാത്തിൻ്റെ 1-2 പീസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഇത് സ്ക്വയർ കപ്പ്, പിന്നെ മാജിക് കപ്പ് ഉണ്ടായിരുന്നു, ഹാർട്ടിൻ്റെ സിമ്പിൾ വരുന്ന കപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ സാമ്പിൾസിന് ഏതൊക്കെയാണ് ബെറ്റർ, എങ്ങനെയാണെന്നൊക്കെ കമ്പയർ ചെയ്യാനും, കാരണം ഇവർ മാത്രമല്ല നമുക്ക് വേറെയും സപ്ലൈസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കമ്പയർ ചെയ്ത് എങ്ങനെയാണ് ക്വാളിറ്റി എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മളത് എടുത്തത്. അപ്പോൾ ഇതാണ് സബ്ലിമേഷൻ ടീഷർട്ട്. നമ്മൾ ഇതല്ല മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ DTF പ്രിൻറ്റിംഗ് ആണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ സാമ്പിൾ ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കിയതാണ്. പക്ഷേ ക്വാളിറ്റി കൊള്ളാം, കുഴപ്പമില്ല, സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊള്ളാം. പക്ഷേ കട്ടി വളരെ കുറവാണ്. നമ്മൾ ജെർസി ടൈപ്പ് പോലെ ആ ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് റെഗുലർ യൂസിന് പറ്റിയ ടൈപ്പ് അല്ല. നിങ്ങളെ ഫോട്ടോ ഒക്കെ വെച്ച് നിങ്ങളെ പട്ടിയുടെ, പൂച്ചയുടെ അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് ഈ സാധനം നിങ്ങൾ സോക്കറ്റിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഫോട്ടോ ഒക്കെ വരും. നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ സാധനം കാണിച്ചു. ഇതാണ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാജിക് പില്ലോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പ്രിന്റ് ചെയ്ത് എങ്ങനെ ആക്കാം. ഇത് നമ്മൾ സാധാ പില്ലോ, ഇത് നമ്മളെ പില്ലോയ്ക്ക് അകത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ അന്ന ദിവസം തന്നെ വർക്ക് ചെയ്ത് നോക്കിയില്ല, കാരണം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കുറേ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ മനസ്സിലായില്ല. നമ്മളങ്ങനെ മാനുവൽ എടുത്ത് റെഫർ ചെയ്തു. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ ടെമ്പറേച്ചറാണെന്ന് മനസ്സിലായി. അതിൻ്റെ അത് ഓരോ ടൈം എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് കീ ചെയിൻ, ഒരു ഗണപതി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വിഘ്നേശ്വരനാണല്ലോ, അപ്പം ഗണപതി വെച്ച് ട്രൈ നോക്കാൻ വന്നു പറഞ്ഞു. നമ്മൾ DTF പ്രിൻ്റ് മെഷീൻ നമുക്ക് എത്തിയിട്ടില്ലായിരുന്നു. അപ്പം പുറത്തുനിന്ന് ഒരു സ്ഥലത്ത് DTF ഫിലിം എടുത്താണ് നമ്മൾ ആദ്യം ട്രൈ നോക്കിയത്. ട്രൈ ചെയ്ത് നമ്മൾ കൂൾ ഓഫ് ചെയ്തു, എടുത്തു. നല്ലൊരു പ്രിൻ്റായിട്ട് തന്നെ കിട്ടിയത്, ഫസ്റ്റ് പ്രിൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിരുന്നു മെഷീൻസ് എത്തിയില്ല. അപ്പം പുറത്തുനിന്നാണ് DTF ഫിലിം എടുത്ത് വെച്ചത്. അത് പുറത്തുനിന്ന് പ്രിൻ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ കുറച്ച് ഗണപതിയും ഞങ്ങളെ ലോഗോയും മാത്രമാണ് അന്ന് എടുത്തുകൊണ്ട് വന്നത്. കാരണം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഓക്കെ നല്ലൊരു പ്രിൻ്റ് തന്നെ വന്നു. രണ്ടും എന്തായാലും സക്സസ്ഫുള്ളി. നമ്മൾ ഫസ്റ്റ് പ്രിൻ്റ് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ പാഴ് പോകുമ്പോൾ നമുക്ക് കുറേ അടിച്ച് പഠിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. ഭാഗ്യത്തിന് ഫസ്റ്റ് പ്രിൻ്റ് തന്നെ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ലോഗോ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കി. കുറേ നമ്മൾ നെക്സ്റ്റ് ഓപ്പോസിൻ്റെയും ഹാൻഡ്ലൂംസിൻ്റെയും മീഡിയയുടെയും എല്ലാത്തിൻ്റെയും ലോഗോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓപ്പോസിൻ്റെതായതുകൊണ്ട് ഓപ്പോസിൻ്റെ ലോഗോ അടിച്ച് നോക്കി. പിന്നെ നമ്മൾ ഹാൻഡ്ലൂംസിൻ്റെയും മീഡിയയുടെയൊക്കെ ലോഗോ വരുന്ന ഓരോ കപ്പിൽ ട്രൈ ചെയ്ത് നോക്കി. കാരണം നമുക്ക് ടെമ്പറേച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടത് എത്ര ടൈം, അപ്പോൾ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇതിലും അറ്റാച്ച്മെൻറ്റ്സ് കപ്പിന് 2 ഉണ്ട്, 2 സൈസിന് 2 ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഒക്കെ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. നല്ല ടെമ്പറേച്ചർ ആയിരുന്നു. അത് കൂൾ ഓഫ് ചെയ്ത് നമ്മൾ പീൽ ഓഫ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചു. ഒന്ന് ഇനി ഡിസൈൻസ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ കസ്റ്റം ഡിസൈൻസ് നിങ്ങൾ പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു തരുന്നതാണ്. എന്ത് നീഡായാലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ അനിമയോ അങ്ങനെയുള്ള കുറേ നമ്മൾ ഡിസൈൻസ് ഇപ്പോൾ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഏതൊക്കെ ഡിസൈൻസ് വേണമെന്നുള്ള ഡിസൈൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരാം. ടാറ്റാ.